ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. LP-UP എക്സാമിൻ്റെ ഡേറ്റ് എല്ലാം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ LP-UPയുടെ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LP-UP റിലേറ്റ് ചെയ്തിരുന്ന ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഡീറ്റെയിൽസും ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? നോക്കാം, ഓപ്ഷൻസ് നോക്കാം. റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. നാലാമത്തെ ഓപ്ഷൻ, തോംസൺ മാതൃകയിൽ തണ്ണിമത്തൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് നമ്മുടെ ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞൊരു SCERT ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിന് ഡയറക്റ്റായിട്ട് തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 4 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ക്ലിയർ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ PPTയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഒന്നും കൂടി അത് ചിലപ്പോൾ കാണാൻ ഇത്തിരി കുറവാണ്, ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ലൈഡും കൂടി റെഡിയാക്കിയത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിൽ. അപ്പോൾ റൂദർഫോർഡിൻ്റെ ആറ്റത്തിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ബോറിൻ്റെ എന്താണ്, അതുപോലെ തന്നെ തോംസൻ്റെ മാതൃകയിൽ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ LP-UPയുടെ സിലബസിലും ആറ്റത്തിൻ്റെ ഘടന അല്ലെങ്കിൽ ആറ്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞവർക്ക് മാത്രമേ ഇത് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആദ്യം പറയാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എല്ലാം 1, 2, 3, 4 എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്കൊന്ന് പഠിച്ചു പോകാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കൂടെ തന്നെ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃക, റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ റൂദർഫോർഡിൻ്റെ മാതൃകയുടെ പേരെന്താണ് അത് പഠിക്കണം. എക്സാമിന് അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൗരയൂഥ മാതൃക, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ് കേട്ടോ. അപ്പോൾ നോക്കാം, ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും റൂദർഫോർഡ് തൻ്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ റൂദർഫോർഡ് പറയുന്നത് ആറ്റത്തിന് എന്താണ്, ഒരു കേന്ദ്രം, ഒരു സെൻറ്ററിൽ ഒരു കേന്ദ്രമുണ്ട്, അതുപോലെ തന്നെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണെന്നുമാണ് റൂദർഫോർഡ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിന് ഏറെക്കുറെ സ്വീകാര്യമായ മാതൃക നിർദ്ദേശിച്ചത് ഇദ്ദേഹമാണ്. ഈ മാതൃക സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നറിയപ്പെടുന്നു. അതായത് ആറ്റത്തിലെ ഘടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സൗരയൂഥത്തെ പോലെയാണെന്ന് കരുതാം. അപ്പോൾ ഈ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പിക്ചർ നോക്കി അറിയാം. നമുക്കറിയാം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ സണ്ണ് സെൻറ്ററിലും ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത് അല്ലേ. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മാതൃക പോലെ തന്നെയാണ് ഇദ്ദേഹം നമ്മുടെ ആറ്റത്തിൻ്റെ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അവിടെ നോക്കൂ, സോളാർ സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ആറ്റത്തിൽ നോക്കൂ, സൗരയൂഥത്തിലെ ഒരു കേന്ദ്രം നമുക്കറിയാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നൊരു കേന്ദ്രമുണ്ട് അല്ലേ. അപ്പോൾ ആ കേന്ദ്ര ഭാഗത്ത് ആരാണ്? സൂര്യനാണ്. അതേപോലെ തന്നെ ആറ്റത്തിനും എന്തുണ്ട്? ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്ര ഭാഗത്ത് ആരാ ഉള്ളത്? ന്യൂക്ലിയസ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം എന്താണ്? പ്ലാനറ്റ്സ് അല്ലേ, ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു. ഇവിടെയാണെങ്കിൽ എന്താണ് പകരം? ഇലക്ട്രോണുകൾ ഷെല്ലിൽ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിനെ ചുറ്റുന്നു. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്കത് പ്ലാനറ്ററി മോഡൽ എന്ന് പറഞ്ഞ് നമുക്കറിയാം. പ്ലാനറ്റ്സ് അല്ല, പ്ലാനറ്റും സോളാർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്ന രീതിയിൽ നിങ്ങൾക്കിത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ റൂദർഫോർഡിൻ്റെ ഒരു കൺസെപ്റ്റിൽ റൂദർഫോർഡിൻ്റെ മാതൃക ഇതാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, പൊതുവെ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നു എങ്കിലും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്.
എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണുകൾ എന്താണ് ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജ്ജം എന്താവുന്നു, നഷ്ടമാവുകയും അതുപോലെ തന്നെ ക്രമേണ അത് എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തിൻ്റെ ഈ ഒരു സംശയത്തിന് വ്യക്തമായിട്ടുള്ള ഒരു വ്യാഖ്യാനം നൽകാൻ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ എന്ത് ചെയ്തില്ല, അംഗീകരിക്കപ്പെട്ടില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനുള്ള പോയിൻറ്റ്സ് ഇതാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കൂ, റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശരിയാണല്ലോ. അപ്പോൾ റൂദർഫോർഡിൻ്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്, കറക്റ്റായിട്ട് തന്നെയാണ് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഒരു മോഡൽ ഒന്നും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് ഒന്ന് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് സ്റ്റാൻഡേർഡ് 9 ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ റൂദർഫോർഡിൻ്റെ കാര്യം പഠിച്ചു. ഇനി അടുത്ത് നോക്കൂ, ബോറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ബോറിൻ്റെ മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നോക്കാം. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകി പുതിയ ഒരു മാതൃക നിർദ്ദേശിച്ചത് നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ റൂദർഫോർഡിൻ്റെ ആ ഒരു മോഡലിന് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ കൊടുത്തത് ആരാണ്? നീൽസ് ബോർ എന്ന സയൻറ്റിസ്റ്റാണ്. ഈ മാതൃക ബോർ മാതൃക എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോഡൽ എന്താണ്? ബോർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും ലളിതമായി വിശദീകരിക്കാൻ ബോർ മാതൃക ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ആറ്റത്തിൻ്റെ ആ ഫീച്ചേഴ്സ് എല്ലാം, ആ ഒരു സവിശേഷതകളൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് വിശദീകരിക്കാൻ നമ്മൾ ഈ ബോർ മോഡൽ ഉപയോഗിക്കാറുണ്ട്. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിനെ ആ സഞ്ചരിക്കുന്ന പാത നമ്മൾ എന്താ വിളിക്കുക? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നാണ് വിളിക്കുക അല്ലേ. അപ്പോൾ ബോർ മാതൃക അനുസരിച്ചാണ് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നത്. ദെൻ നമ്മുടെ ഈ ഒരു ബോർ മാതൃകയിലെ കുറച്ച് പോസ്റ്റേറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ആശയങ്ങളുണ്ട്, പ്രധാന ആശയങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ആശയങ്ങളാണ് കേട്ടോ. അപ്പോൾ ബോറിൻ്റെ ആശയങ്ങൾ എന്താണ്? ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് എങ്ങനെ? ഒരു നിശ്ചിതമായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. ഇനി നോക്കൂ, ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അപ്പോൾ ഓരോരോ ഷെല്ലിലും ഇലക്ട്രോൺസിന് എന്തെങ്കിലും ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഊർജ്ജമുണ്ട് അല്ല, ഒരു എനർജി ഉണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ്ജ നിലകൾ, എനർജി ലെവൽസ് എന്ന് പറയും. അപ്പോൾ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഷെല്ലുകളെ എന്ത് പറയുന്നു? ഊർജ്ജ നിലകൾ, എനർജി ലെവൽസ് എന്ന് പറയും. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യുന്നു? ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നിശ്ചിത ഷെല്ലിൽ എന്താണ് ഇത് ചുറ്റും കറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന? ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം എന്ത് ചെയ്യുന്നില്ല? കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നില്ല. ഇനി ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നും ആ ഒരു ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? ഷെല്ലുകളുടെ ആ എനർജി എന്ന് പറയുന്നത് എന്താവുന്നു? കൂടി വരും. ഇനി നോക്കൂ, ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്ന് നമ്പർ നൽകിയോ അല്ലെങ്കിൽ KL, MNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ 1, 2, 3, 4, 5 എന്നോ നമ്പറിലോ അല്ലെങ്കിൽ KL, MNO എന്നിങ്ങനെ നമുക്ക് പേര് നൽകിയിട്ട് സൂചിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? ബോറിൻ്റെ കൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഇതിലത്തെ 2 പോയിൻ്റാണ് എക്സാമിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ് നോക്കൂ, ബോർ മാതൃക ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്തിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അല്ലേ. ദെൻ ബോർ മാതൃക പ്രകാരമാണ് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം എന്താണെന്ന് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്മൾ പറഞ്ഞു, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, 2ഉം 3ഉം കറക്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ കിട്ടിയത് മനസ്സിലായില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോർ മോഡലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്തതാണ് JJ തോംസൻ്റെ മോഡൽ കേട്ടോ. അപ്പോൾ JJ തോംസൺ നടത്തിയ പരീക്ഷണങ്ങളാണ് ആറ്റത്തെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ധാരണകൾ തിരുത്താനും പുതിയ ധാരണകൾ രൂപകൽപ്പന ചെയ്യാനും ഇടയാക്കിയത്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണുള്ളതെന്ന് അദ്ദേഹം തെളിയിച്ചു. അപ്പോൾ JJ തോംസൺ വന്നതോടുകൂടി
നമ്മുടെ ആറ്റത്തെക്കുറിച്ചുള്ള അതുവരെ ഉണ്ടാകുന്ന കൺസെപ്റ്റ് എല്ലാം മാറി പുതിയ രീതിക്ക് മാറാൻ പോകും കേട്ടോ. അതാണ് ഇദ്ദേഹം ഒരു ഡിസ്ചാർജ് ട്യൂബിൽ എക്സ്പെരിമെൻറ്റ് നടത്തുന്നുണ്ട്. അതിൽ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികൾ എന്താണ്, നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണെന്നാണ് ഇദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. സോ ഈ കണങ്ങൾക്ക് മാസും ഊർജ്ജവും ഉണ്ടെന്ന് വ്യക്തമാക്കി. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു കണങ്ങൾക്ക് എന്തുണ്ട്, മാസും ഊർജ്ജവും ഉണ്ടെന്നൊക്കെ ഇദ്ദേഹം അവൾ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഏത് വാതകം എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുന്നതിനാൽ എല്ലാ പദാർത്ഥങ്ങളുമുള്ള പൊതുഘടകമാണിതെന്ന് സമർത്ഥിച്ചു. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളിലും പൊതുവായിട്ടുള്ള ഘടകമാണെന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹം പ്രൂവ് ചെയ്യാണ്. ഇവ ആറ്റത്തേക്കാൾ സൂക്ഷ്മകണങ്ങളാണെന്നും ആറ്റത്തിൻ്റെ ഭാഗമാണെന്നും ഇദ്ദേഹം തെളിയിച്ചു. അങ്ങനെ 1897 ജെ തോംസൻ്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചു. അതോടെ ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിഞ്ഞു. അപ്പോൾ അതോടെ നമ്മുടെ ആറ്റത്തിന് എന്ത് ചെയ്യുമ്പോൾ വിഭജിക്കാനാവുമെന്ന് തെളിയാണ്. ആറ്റത്തിലുള്ള ആ നെഗറ്റീവ് ചാർജ് എന്താ പറയുക, ഇലക്ട്രോണിൽ ആ നെഗറ്റീവ് ചാർജുള്ള ഈ കണങ്ങാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ ഇതാണ് SCERT തന്നേക്കുന്നത്. ഇനി നമുക്ക് എക്സ്ട്രാ വന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മോഡലിനെ നമ്മൾ പ്ലം പുഡിംഗ് അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക തുടങ്ങിയ പേരുകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ മാതൃക അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഒരു പുഡിംഗ് അല്ലെങ്കിൽ തണ്ണിമത്തനായും ഇലക്ട്രോണുകൾ അതിൽ ഉൾച്ചേർത്ത പ്ലം അല്ലെങ്കിൽ വിത്തുകളായും ഈ ഒരു മാതൃകയെ സങ്കല്പിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തണ്ണിമത്തൻ്റെ ആ എഡിബിളായിട്ടുള്ള പാർട്ടില്ലേ അത് പോസിറ്റീവ് ചാർജായിട്ടും അല്ലെങ്കിൽ വിത്ത് ഉണ്ടല്ലോ കറുപ്പ് അതിന് ഇലക്ട്രോൺ ആയിട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ മാതൃക എന്ന് പറയുന്ന ആരുടെയാണ്, ജെ തോംസൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഈ ഒരു പോയിൻ്റാണ്. നമ്മുടെ ബാക്ക് ടു ക്വസ്റ്റ്യനിലോട്ട് നോക്കൂ. തോംസൺ മാതൃകയിൽ തണ്ണിമത്തൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം എന്താണ്, നമ്മൾ എഡിബിളായിട്ടുള്ള പാർട്ട് ഫുൾ എന്താണ്, പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകൾ വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായിട്ട് ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ശരിയാണ്. അപ്പോൾ തോംസൺ തന്നെയാണത് ഇങ്ങനത്തെ ഒരു ഉപമ നടത്തിയത് നമ്മുടെ ജെ തോംസൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു 4 കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആറ്റം മാതൃകയിൽ ബന്ധപ്പെട്ട ആ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ എന്താണ്, 1, 2, 3. അപ്പോൾ ഈ 4 എങ്ങനെയൊക്കെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾക്ക് പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പോൾ റൂദർഫോർഡിൻ്റെ എന്താണ് സൗരയൂഥ മാതൃകയാണ്, അത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ബോറിൻ്റെ മോഡൽ എന്താണ്, ആ 4 പോസ്റ്റ്ലേറ്റ്സ്, ആ 4 ആശയങ്ങൾ പഠിക്കണം. കാരണം അതങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ അത് നന്നായിട്ട് പഠിക്കണം. ദെൻ തോംസൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വായിച്ചു വെക്കുക. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കൺഫ്യൂഷൻ ആവാനുള്ളതാണ്. സോ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഈ ജെ തോംസൻ്റെ മോഡൽ മറ്റു പേരിൽ ഏതാണ്, പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യനോട്ട് പോവാം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക കേട്ടോ. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി 4ാമത്തെ ഓപ്ഷൻ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. അപ്പോൾ നോക്കാം. പ്രസ്താവന 1ഉം 4ഉം, പ്രസ്താവന 1, 2, 3, പ്രസ്താവന 4 മാത്രം, പ്രസ്താവന 1 മാത്രം. അപ്പോൾ ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭരണഘടന അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിയാണല്ലോ അല്ലേ. ദെൻ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യം നിർബന്ധമായിട്ട് മാറാണ്, അതും കറക്റ്റാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അതും കറക്റ്റാണ്. ദെൻ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് B ആണ്. പ്രസ്താവന 1, 2, 3 ഇതാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ സൗജന്യ വിദ്യാഭ്യാസ മൗലിക അവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 86ാം ഭേദഗതിയാണ്. 2002 വന്ന 86ാമത്തെ ഭേദഗതി, അതായത് 93ാം ഭേദഗതി ബിൽ പ്രകാരമാണ് കേട്ടോ. അത് പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിച്ചതാണ്. ദെൻ വിദ്യാഭ്യാസ മൗലിക അവകാശം മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? അത് 21A. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റാണ്, 21A പ്രകാരമാണ് അല്ലേ. അപ്പോൾ അതും കറക്റ്റ് തന്നെയാണ്.
ദെൻ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട ആ ഒരു ഡേറ്റ്സ് പഠിക്കണം. ആർട്ടിക്കിൾ 21A ചുവട് പിടിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 2009 ഓഗസ്റ്റ് 26. അപ്പോൾ ഓഗസ്റ്റ് 26, 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ആര് പാസ്സാക്കുന്നത്? പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ദെൻ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ തെറ്റിയതാണല്ലോ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് തന്നേക്കുന്നത്? 2009 ഓഗസ്റ്റ് 4. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 2009 ഓഗസ്റ്റ് 4 ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലൊക്കെ നമ്മുടെ നിയമം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ എന്താ നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ചുമതലയാണ്, അതിൻ്റെ ജോബാണെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലൊക്കെ നിയമമാവുന്നത് എപ്പോഴാണ്? രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെയാണ് നിയമമാവുന്നത്. ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കറിയാം ബില്ല് ഏതെങ്കിലും ഒരു സഭയിലേക്ക് ആദ്യം പ്രസൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം ലോക്സഭ രാജ്യസഭയിലൊക്കെ ഓരോ പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം അതുപോലെ ആ ഒരു പ്രൊസീജിയർ പോലെ തന്നെ കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം ആദ്യമായിട്ട് പാസ്സാക്കുന്നത് രാജ്യസഭയിലാണ്. അതെപ്പോഴാണ്? 2009 ജൂലൈ 20. ശ്രദ്ധിക്കുക, 2009 ജൂലൈ 20 വിദ്യാഭ്യാസ അവകാശ ബില്ല് ആദ്യം രാജ്യസഭയിൽ പാസ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ലോക്സഭയിലേക്ക് പാസ്സാവുന്ന ഡേറ്റാണ് ഈ 2009 ഓഗസ്റ്റ് 4. അപ്പോൾ 2009 ഓഗസ്റ്റ് 4 വിദ്യാഭ്യാസ അവകാശ ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഡേറ്റ് ഓർക്കാമെന്ന് പറഞ്ഞാൽ 2009 ഓഗസ്റ്റ് 4 എന്ത് ചെയ്യുന്നു? ലോക്സഭ പാസ്സാക്കി. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയാൽ മാത്രം മതിയോ? പോരാ, എന്ത് ചെയ്യണം? നമ്മുടെ രാഷ്ട്രപതിയും കൂടി ഒപ്പുവെച്ചാൽ മാത്രമേ ആ ബില്ല് എന്തായിട്ട് മാറുള്ളൂ? നിയമമായിട്ട് മാറുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കറിയാം രാജ്യസഭ പാസ്സാക്കി എപ്പോൾ? 2009 ജൂലൈ 20. ദെൻ ലോക്സഭ പാസ്സാക്കുന്ന എപ്പോഴാണ്? ഈ പറഞ്ഞ ഡേറ്റാണ് 2009 ഓഗസ്റ്റ് 4. അതിനുശേഷം അത് പാർലമെൻറ്റ് അല്ലെങ്കിൽ നമുക്കത് പാർലമെൻറ്റിൽ ബില്ലാവണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം. അപ്പോൾ രാഷ്ട്രപതി അത് പാസ് ചെയ്യുന്നത് എപ്പോഴാണ്? 2009 ഓഗസ്റ്റ് 26. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 2009 ഓഗസ്റ്റ് 26. ഇനി 2010 ഏപ്രിൽ 1 ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നിലവിൽ വന്നത് ചോദിക്കുകയാണെങ്കിൽ 2010 ഏപ്രിൽ 1. ഇനി പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2009 ഓഗസ്റ്റ് 26. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അത് 2009 ഓഗസ്റ്റ് 4 എന്ന് പറയുന്നത് ലോക്സഭ പാസ്സാക്കിയ ദിവസമാണ് 2009 ഓഗസ്റ്റ് 4 കേട്ടോ. അപ്പോൾ രാജ്യസഭ എപ്പോഴായിരുന്നു? 2009 ജൂലൈ 20. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒന്നുകൊണ്ട് പോയിന്റ്സ് കൂടി നോക്കാം. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് നോക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2019 ജനുവരി 3. അതിൽ പ്രസിഡൻറ്റ് ഒപ്പുവെക്കുന്നത് എപ്പോഴാണ്? 2019 ജനുവരി 10 കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുക എന്നുള്ളത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം. ക്വസ്റ്റ്യനിൽ പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ പദ്ധതികൾ പ്രധാനപ്പെട്ടതൊന്നാണ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്, SSA അല്ല. പിന്നെ സർവശിക്ഷ അഭിയാൻ്റെ ആപ്തവാക്യം എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു 3 പോയിൻറ്റും പഠിക്കുക. ആ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2010 എപ്പോഴാണ്? 2010 ഏപ്രിൽ 1. അത് മറക്കാതെ പഠിക്കുക. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? കാറ്റ്, തിരമാല, പെട്രോൾ, കൽക്കരി. ഓപ്ഷൻസ് തന്നിട്ട് 1, 2, 1, 3, 3, 4, 1, 4. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? അപ്പോൾ ഇതെല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ ആവുന്നൊരു സംഭവമാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏത്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് ഏത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് പഠിച്ചു തന്നെ വരാം. സിമ്പിളാണ്, നോക്കാം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, കൺവെൻഷണൽ എനർജി സോഴ്സസ്. നോക്കൂ,
കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. സസ്യങ്ങളെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പെട്രോളും അതുപോലെ കൽക്കരിയും ഒക്കെ എന്താണ് അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ എന്ത് സംഭവിക്കും? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്, പുനഃസ്ഥാപിക്കാൻ കഴിയത്തില്ല. ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഒത്തിരി വർഷങ്ങൾ എടുക്കും അല്ലേ. അതുകൊണ്ട് ഇവ എന്താണ്? ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ? പെട്രോളും കൽക്കരിയും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. പെട്രോളും കൽക്കരിയും എന്താണ്? പാരമ്പര്യ ഇന്ധനങ്ങളാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത് എന്നാണ്. ഏതാണ്? ഓപ്ഷൻ 1ഉം 2ഉം അല്ല, കാറ്റും തിരമാലയും എന്നുള്ളതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പോൾ അതും കൂടുതൽ തന്നെ പറഞ്ഞു പോകാം. ജസ്റ്റ് ഇനി നമ്മുടെ പോയിന്റ്സിലോട്ട് വരാം. ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടായേക്കാം. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാറ്, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പെട്രോളിയം ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ മനസ്സിലായല്ലോ. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള ആണ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അതൊന്ന് ഓർത്ത്. 2 പോയിന്റാണ് മെയിൻ. എക്സാമ്പിൾ എന്താണ്? പെട്രോളിയം, കൽക്കരിയാണ്. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്താണെന്ന് നോക്കാം. സൗരോർജ്ജം, കാറ്റ്, തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചാലും എന്ത് സംഭവിക്കും? തീർന്നു പോകാം ഊർജ്ജ സ്രോതസ്സുകൾ. അതായത് നമ്മൾ എത്ര യൂസ് ചെയ്താലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇവയെ നമ്മൾ എന്ത് പറയുന്നു? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിളാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏതൊക്കെയാണ്? കാറ്റ്, തിരമാല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാറ്റ്, തിരമാല അല്ല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. അപ്പോൾ ഇനി 1-2 പോയിന്റ് ഒരു PPT കൂടെ ഒന്ന് നോക്കുക. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയും. അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളാണ്. ഉദാഹരണം എന്താണ്? പ്രകൃതിദത്ത ഊർജ്ജ സ്രോതസ്സുകളായ സൂര്യപ്രകാശം, തിരമാല, കാറ്റ്, വേലിയേറ്റം, ജിയോ തെർമൽ ഊർജ്ജമൊക്കെ പറയാം. ഇതിന് പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഹരിതോർജ്ജം, ക്ലീൻ എനർജി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. ഇതിന് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ അതിന് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയും. ഇനി ഉപയോഗിക്കുന്നതോടെ ക്രമേണ തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് കേട്ടോ. ഉപയോഗിക്കുന്നതോടെ ക്രമേണ തീർന്നു പോകും. അതുകൊണ്ട് തന്നെ ഉദാഹരണം തന്നെ പ്രകൃതിവാതകം, കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ന്യൂക്ലിയർ ഊർജ്ജമൊക്കെ ഇതിൽപ്പെടും. ഇതിൽ മലിനീകരണം ഉണ്ടാക്കുന്നവയും ആഗോളതാപനം പോലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ കാരണമാവുകയും ചെയ്യുന്നാൽ ഇവയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രൗൺ എനർജി എന്ന കാറ്റഗറി, ബ്രൗൺ എനർജി എന്നാണ് പറയുക. ഓക്കെ, ബ്രൗൺ എനർജി ഏതാണ്? അതുപോലെ തന്നെ ഗ്രീൻ എനർജി ഏതാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ PPT ക്ലിയർ ആണ്. അപ്പോൾ ഡൗട്ട്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത്? തിയോഡർ ഷ്വാൻ കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി. റുഡോൾഫ് വിർഷോ ജന്തുശരീരം കോശങ്ങളാണ് നിർമ്മിതം. റോബർട്ട് ബ്രൗൺ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ. MG ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. അപ്പോൾ കോശവിജ്ഞാനീയ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് നന്നായി അറിഞ്ഞാൽ മാത്രമേ ആൻസർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്നൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇതും നമ്മുടെ SGRT ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഭംഗിയിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം. ആൻസർ എന്ന് പറഞ്ഞാൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് MG ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്ന് പറഞ്ഞത് MG ഷ്ലീഡനാണ്. ബാക്കിയൊക്കെ തെറ്റാണ്. അപ്പോൾ അത് എന്താണ് തെറ്റെന്നുള്ള കാര്യമൊക്കെ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യം നമുക്ക് നോക്കൂ. കോശവിജ്ഞാനീയ ചരിത്രം ആ ഒരു ടേമൊക്കെ നമുക്കൊന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ കോശത്തെക്കുറിച്ചുള്ള പഠനം എന്ത് പറയും നമ്മൾ? സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലാണ് പറഞ്ഞിട്ടുണ്ട്. കോശവിജ്ഞാനം അഥവാ സൈറ്റോളജി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മുറി എന്ന അർത്ഥം വരുന്ന സെല്ല എന്ന ലാറ്റിൻ പദമാണ് കേട്ടോ. അപ്പോൾ സെൽ എന്ന് വന്ന വാക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു മെയിൻ പോയിൻ്റാണ്. സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം അഥവാ സൈറ്റോളജി. ഓക്കെ, കോശത്തെക്കുറിച്ചുള്ള പഠനം. ദെൻ സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പോൾ ലാറ്റിൻ പദത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ആ പോയിന്റിലോട്ട് പോവാം. കോശവിജ്ഞാന ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എത്ര ഭംഗിയായിട്ട് SGRT തന്നേക്കും നോക്കൂ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യനും ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ
UPSCയുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കാം, റോബർട്ട് ബ്രൗൺ എന്താണ് കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. അപ്പോൾ നമ്മൾ റോബർട്ട് ബ്രൗണിനെ കുറിച്ച് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ. തെറ്റിയില്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരുന്നു. കിട്ടിയല്ലോ. ഇനി MG ഷ്ലിഡൻ നോക്കൂ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. നമ്മുടെ MG ഷ്ലിഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇനി നോക്കൂ, തിയോഡർ ഷ്വാൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹമാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തുന്നത്. ആരാണ്? തിയോഡർ ഷ്വാനാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തുന്നത്. ഇത് റുഡോൾഫ് വിർഷോ എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു. അപ്പോൾ വിഭജിക്കുന്ന കോശങ്ങളെ ഇദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു കൺക്ലൂഷൻ എത്തുന്നുണ്ട്. എന്താണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് എന്താണ് ഒരു പുതിയവ ഉണ്ടാകുന്നത് എന്ന ഒരു നിഗമനം രൂപീകരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ തന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം തന്നെ ബാക്കി എല്ലാം തന്നെ തെറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ്. ഇതിൽ ചോദിച്ചിട്ടത് ശരിയായ ജോഡി ഏതാണ്? MG ഷ്ലിഡൻ്റെ മാത്രമാണ്. അപ്പോൾ ഇതും അറിയാത്തവർ പഠിച്ചു വെച്ചേക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞ ഇതിൻ്റെ മുമ്പത്തെ ഒരു LP UP NCയുടെ എക്സാമിൽ വേറൊരു രീതിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കുക, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്സ് ഏതെല്ലാം? അപ്പോൾ കാർബണിൻ്റെ അലോട്രോപ്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ക്യുമീൻ, ഫുള്ളിറിൻ, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി എബോവ് 1, 2, 3 and 4 ചെയ്യുന്നുണ്ട്. ദെൻ ഓൺലി 2, 3 and 4 പറയുന്നുണ്ട്. ഓൺലി 1, 2 and 3 പറയുന്നുണ്ട്. ഓൺലി 1, 2 and 4. അപ്പോൾ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്സ് ഏതൊക്കെയാണ്? അപ്പോൾ കാർബണിൻ്റെ അലോട്രോപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നറിയാവോ? ഫുള്ളിറീനാണ്, ഗ്രാഫൈറ്റും ഗ്രഫീനും. ഈ മൂന്നുമാണ് കാർബണിൻ്റെ അലോട്രോപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 2, 3, 4 എന്ന ഓപ്ഷനാണ് കേട്ടോ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തരുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. കാർബണിൻ്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്സ് ഓഫ് കാർബൺ. ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങൾ എന്നും അതുപോലെ തന്നെ ഈ ഒരു പ്രതിഭാസത്തെ രൂപാന്തരത്വം എന്നും പറയുന്നു. അപ്പോൾ നോക്കൂ, ഒരേ രാസഗുണത്തോടും പക്ഷേ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ ഒറ്റ മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളിലെയാണ് നമ്മൾ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിന് എന്ത് പറയുക? രൂപാന്തരത്വം എന്നാണ് വിളിക്കാറ്. ദെൻ കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ മുതലായവ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ കിട്ടിയില്ലേ? കാർബണിൻ്റെ അലോട്രോപ്സ് അല്ലെങ്കിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ മുതലായവ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഗ്രാഫൈറ്റും ഫുള്ളറിൻ, ഗ്രഫീനൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, അതും ഒന്ന് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ വജ്രത്തിൻ്റെ കാര്യം നോക്കാം. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. പഠിച്ചു വെച്ചേക്കുക. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏതാണ്? വജ്രമാണ്. അപ്പോൾ വജ്രത്തിൻ്റെ കുറച്ച് സവിശേഷതകൾ നോക്കാം. കാഠിന്യം വളരെ കൂടുതലാണ്, ആ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. ദെൻ സുതാര്യമാണ്. ദെൻ വൈദ്യുതി ചാലകമല്ല. ഉയർന്ന എന്താണ്? താപചാലകതയുണ്ട്. ദെൻ ഉയർന്ന അപവർത്തനാങ്കമുണ്ട്. ഇതാണ് ഡയമണ്ട് അല്ലെങ്കിൽ വജ്രത്തിൻ്റെ സവിശേഷതകൾ. ഇനി വജ്രത്തിൽ ചില ഉപയോഗങ്ങൾ എന്താണ്? അപ്പോൾ വജ്രത്തിൻ്റെ ഉപയോഗം എന്താണ്? ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. കുറച്ച് പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. ഇനി ഗ്രാഫൈറ്റിൻ്റെ കാര്യം നോക്കാം. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കുക. കാഠിന്യമുള്ള രൂപാന്തരം ചോദിച്ചാൽ അതെന്താണ്? വജ്രമാണ്. അതുപോലെ തന്നെ കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണ്? അത് ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ സവിശേഷതകൾ നോക്കാം. മൃദുവും തെന്നി മാറുന്നതുമാണ്. എന്ത് കളറാണ്? ചാര നിറമുണ്ട്. വൈദ്യുത ചാലകമാണ്. ബാഷ്പീകരണശീലമില്ല. ഈ 4 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഗ്രാഫൈറ്റിൻ്റെ ചില ഉപയോഗങ്ങൾ നോക്കാം. പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഡ്രൈസെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഡ്രൈസെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഖരാവസ്ഥയിലുള്ള ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലൂബ്രിക്കൻ്റ് അല്ല, സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഏതാണെന്ന് ചോദിക്കാൻ, കാർബണിൻ്റെ രൂപാന്തരം ഏതാണെന്ന് ചോദിക്കുന്നത് ഏതാണത്? ഗ്രാഫൈറ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീ വെക്കും കൂടിയാണ്. ഇനി അടുത്ത് നോക്കിയോ,
ഫുള്ളറീനുകൾ എന്താണെന്ന് നോക്കാം. കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമായ ഫുള്ളറീൻ്റെ ഘടന നൽകിയിരിക്കും. അപ്പോൾ ഒരു പിക്ചർ നൽകുന്നുണ്ട്. ദെൻ പഞ്ചഭുജ ആകൃതിയിലും അതുപോലെ തന്നെ ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന് പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീനുള്ളത്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യണം. ഇവ ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഈ ഫുള്ളറീൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ന് ഓർത്ത് വയ്ക്കുക. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്നത്. ഇവയെ നമ്മൾ ബക്കി ട്യൂബ്സ് എന്നും വിളിക്കുന്നു. ഓക്കെ, ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ദെൻ വിവര വിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത ഗ്രഫീനെ കുറിച്ച് നോക്കാം. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന് ദ്വിമാന പാളിയാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രഫീൻ. അപ്പോൾ ആ ഒരു നമുക്ക് കണ്ടുള്ള ഗ്രാഫൈറ്റ് അതിൻ്റെ ഒരു പാളിക്ക് ഏകദേശം സമാനമാണ് ഈ ഒരു ഗ്രഫീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രഫീൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് യൂണിറ്റാണ് നമ്മുടെ ഗ്രാഫൈറ്റ്, അതുപോലെ ഫുള്ളറിൻ മുതലായ കാർബണിൻ്റെ അലോട്രോപ്സിൻ്റെ ഒക്കെ ബേസിക് യൂണിറ്റാണ് ഗ്രഫീൻ എന്ന് വേണം നമുക്ക് പറയാം. ദെൻ ഗ്രഫീനിലെ ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുണ്ട്. അപ്പോൾ ഗ്രഫീൻ നിസ്സാരക്കാരനല്ല, എന്നാൽ സ്റ്റീലിനേക്കാളും ഏകദേശം 200 മടങ്ങ് ബലമുള്ളതാണ്. താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ചാലകമാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമായ ഗ്രഫീൻ ഇതിനകം മാറിയിട്ടുണ്ട്. അപ്പോൾ ഗ്രഫീൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നാനോ ടെക്നോളജിയിലൊക്കെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓരോരോ ചോദ്യവും അത് എവിടെ നിന്നാണ് വന്നത്, ആ ഒരു ഭാഗവും അതിൻ്റെ എക്സ്ട്രാ ഫാക്ട്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അറിയാത്ത പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് നന്നായിട്ട് പഠിക്കുക. LP UP റിലേറ്റഡ് ക്ലാസ്സസ് ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടെ തന്നെ വരിക കേട്ടോ. അപ്പോൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടെ തന്നെ റിവിഷൻ, മോക്ക് ടെസ്റ്റ് എല്ലാം ചെയ്യുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുള്ളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക. LP UP സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.